ഞാനിപ്പോൾ ഉള്ളത് പാപ്പഞ്ചേരി ഹാജി റോഡ് മുഹമ്മദ് ഫദ്ലു നഗറിലാണ്. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ജനറൽ ബോഡി യോഗവും കാലത്തിൽ മരണപ്പെട്ടുപോയ ഫദ്ലു ഖാൻ്റെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും നടക്കുന്ന വേദിയിലാണ്. നടപ്പാക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനം പ്രവർത്തനമാണ്. നമ്മൾ വ്യാപാരിക സമയവും 2000 കൊടുത്തോടെ ആശ്രമത്തിൽ ചേരുകയും അതിൽ 100 രൂപ മാസം ഇതൊക്കെ ഒരു പണം വാങ്ങപ്പെട്ട കൊടുക്കുന്ന ജില്ലയുടെ ഏറ്റവും വലിയ ആശ്രയ പദ്ധതികളായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന 10 ലക്ഷം രൂപയാണ് ഒരു കുടുംബാംഗങ്ങൾ കിട്ടുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട മെമ്പർമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെല്ലാം പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സിന്ദാബാദ്, വ്യവസായിക്കും സിന്ദാബാദ്, ദേവസ്വം മേച്ചേരി സിന്ദാബാദ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലയുടെ അമരക്കാരനുമായ നമ്മളൊക്കെ ഇതുവരെ കാത്തിരുന്ന പ്രിയപ്പെട്ട നേതാവിടെ എത്തിയിട്ടുണ്ട്. ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു സംഘടനയിൽ ജനറൽ സെക്രട്ടറി ആക്കി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ജലീൽ സാഹിബ് നമ്മുടെ ഏകോപന സമിതി എന്ന പ്രസ്ഥാനത്തിലേക്ക് അംഗത്വമായി വന്നിരിക്കാൻ അദ്ദേഹത്തിന് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഒരു ആദരവ് നൽകുന്നു. ജലീൽ ആദരവും ക്ഷണിക്കുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പുന്നത്തിൽ ബാഷിത്ത്, മേഖല SSLC വിജയം നേടിയ വിദ്യാർത്ഥികൾ ഇന്ന് നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇരുന്ന് ഏത് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ 2 വർഷക്കാലം സംഘടനയുടെ വിവിധ തലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങളിലെ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KS റിയാസ് അവരുടെ ക്ഷണിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആശ്രയ കുടുംബ പദ്ധതിയിൽ നിന്നുള്ള കുടുംബ സഹായ ഫണ്ടാണ് കൈമാറുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കമ്മിറ്റിയുടെ വകയായുള്ള 10 ലക്ഷം രൂപയുടെ ചെക്ക് ഈ ചടങ്ങിൽ വെച്ച് കൈമാറുകയാണ്. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയ സഹപ്രവർത്തകൻ മുഹമ്മദ് ഫസലിന്റെ കുടുംബത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുടുംബ സഹായ ഫണ്ടിൽ നിന്നുള്ള 11.5 ലക്ഷം രൂപയുടെ ചെക്കാണ് ഇന്നിവിടെ കൈമാറിയിരിക്കുന്നത്. അന്ന് ആലോചിച്ച് വളരെ ഗൗരവത്തോടെ ചിന്തിച്ച ശേഷം 2023 ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഈ ആശ്രയ പദ്ധതി ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്.
ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് നിങ്ങൾക്കുള്ള ധനസഹായം കിട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ 9 കോടിയോളം കൊടുത്തിരിക്കുകയാണ്. അത് ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ പിന്നെയും കൊടുക്കാനുണ്ട്. ഇനിയും കൊടുക്കാനുള്ളത് ഇനി 2 കോടിയോളം കൊടുക്കാനുണ്ട്. അത് തന്നെ കൊടുക്കുന്നതാണ്. ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇപ്പൊ ഇവിടെ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.